നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പകൽ കനത്ത വെയിലും രാത്രിയിൽ ഉഷ്ണവും നിറഞ്ഞതാണ് കാലാവസ്ഥ. കുംഭചൂടിന്റെ കാഠിന്യത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസങ്ങൾ വരുന്നെന്നാണ് പ്രവചനം. ഇതേ രൂപത്തിലേക്ക് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ കാലാവസ്ഥയും മാറി മറിയുകയാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇപ്പോഴിതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വ്യക്തിപരമായ തീരുമാനം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലെത്തിയതായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മറ്റു രണ്ട് മുന്നണികളും തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് NDAയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനം വരും. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നുണ്ട്. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളെ ഇനി ബാക്കിയുള്ളൂ. ദേശീയ കൗൺസിൽ യോഗം കഴിഞ്ഞ ഉടനെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡൽഹിയിലേക്ക് കൈമാറും. മികച്ച സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണ ചർച്ചാ വിഷയം. ജനങ്ങളെ സംബന്ധിച്ച് അവർ മോദിയുടെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് വരികയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച K. സുരേന്ദ്രൻ മൂന്നാമത് എത്തിയെങ്കിലും 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടിയിരുന്നു. അതെ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ഇത്തവണയും പോരാട്ടം തിളച്ചുമറിയുമെന്നാണ് സൂചന. 3 മുന്നണികളും നിലമൊരുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവും എന്ന് വോട്ടർമാരിൽ ധാരണ വരുന്നിട്ടുണ്ട്. തന്ത്രങ്ങൾ ഏത് നിമിഷവും മാറാമെന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ വാക്കായിട്ടില്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട മണ്ഡലം. UDFൽ കോൺഗ്രസിന്റെ സീറ്റാണ് പത്തനംതിട്ട. മണ്ഡലം രൂപീകരിച്ച 2009 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും ആന്റണിയാണ് വിജയക്കൊടി നാട്ടിയത്. എതിരാളികളെ ഉയർത്തിയ വെല്ലുവിളി ചെറുതല്ല. LDFൽ CPMന്റെയും NDAയിൽ BJPയുടെയും കരുത്ത് കണ്ട മണ്ഡലമാണിത്. ഹാട്രിക് നേട്ടവുമായി പാർലമെന്റിലെത്തിയ ആന്റണി 4ാമതും മത്സരിക്കുമെന്ന സൂചന ശക്തമാണ്. ആദ്യ തവണത്തെ പോലെ ഈസി വാക്കോവർ ആയിരുന്നില്ല തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും. 2009 1 ലക്ഷത്തിലേറെ വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം. CPMലെ K. അനന്തഗോപനായിരുന്നു പ്രധാന എതിരാളി. 2014 ആന്റണിയുടെ ഭൂരിപക്ഷം 60,000-ൽ താഴെയും ആയി കുറഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രകനായിരുന്ന ഫിലിപ്പോസ് തോമസ് 2ാം വട്ടം എതിരാളിയെ. മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായിരുന്ന ഫിലിപ്പോസിനെ കോൺഗ്രസിന്റെ ശക്തിയും ദൗർബല്യവും നന്നായിട്ടറിയാം. ആന്റണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഫിലിപ്പോസിലൂടെ കഴിഞ്ഞത് ഇടത് മുന്നണിക്ക് നേട്ടമായി. NDA യുവ സ്ഥാനാർത്ഥി MD രമേശ് അവരുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. അതുപോലെ ശബരിമല വിഷയം വലിയ പ്രചാരണമായി മാറിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ മത്സര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും NDA സ്ഥാനാർത്ഥി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനുമായിരുന്നു ആന്റണിയുടെ എതിരാളികൾ. തിളച്ചുമറിഞ്ഞ പോരിൽ ആന്റണി 3ാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് 1/2 ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ്. ശക്തരായ 2 എതിരാളികളെ പിന്നിലാക്കി നേടിയ വിജയത്തിന് തിളക്കമേറിയായിരുന്നു. മണ്ഡലത്തിൽ MP നടത്തിയ വികസന പ്രവർത്തനങ്ങളും മതസമുദായ വോട്ട് ബാങ്കും UDFനെ തുണച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഇടതു മുന്നണിക്കും NDAയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകി. ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷ ഇടതു മുന്നണിക്കുണ്ട്. കോട്ടയം മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പകരം കേരള കോൺഗ്രസിന് പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ട്. സീറ്റ് പരസ്പരം വച്ചു മാറിയാൽ ആന്റണി കോട്ടയത്തേക്കും കളം മാറിയേക്കാം. കേരള കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതാവിനെ രംഗത്തിറക്കും. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ ഇടതു മുന്നണി പരിഗണിക്കുന്നത് മുൻ മന്ത്രി തോമസ് ഐസക്കിനെയും മുൻ MLA രാജു എബ്രഹാമിനെയുമാണ്. CPMൽ പത്തനംതിട്ടയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ പ്രവാസി മലയാള സംഗമം നടത്തി ഐസക് മണ്ഡലത്തിൽ ചുവടുറപ്പിച്ചിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് വിവാദത്തിൽ ED അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹത്തിന് 2 തവണ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹം. ED കുരുക്ക് മുറുക്കിയാൽ തോമസ് ഐസക്കിന് പകരം രാജു എബ്രഹാമിനെ കളത്തിലിറക്കാനാണ് CPMൽ ആലോചന. റാന്നിയിൽ നിന്നും തുടർച്ചയായി 5 തവണ MLA ആയ രാജു എബ്രഹാം പാർട്ടിയുടെ ജനകീയ മുഖമാണ്. ക്രൈസ്തവ വോട്ടുകളെ ക്രോഡീകരിച്ച് ഇടതു മുന്നണിക്കൊപ്പമാകാൻ ഒന്നുകിൽ തോമസ് ഐസക് അല്ലെങ്കിൽ രാജു എബ്രഹാം എന്നാണ് CPM ആലോചിക്കുന്നത്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബ സഭകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് നിലപാട് എതിരായാൽ മണ്ഡലത്തിലെ മറ്റ് സ്വാധീന ശക്തികളായ കത്തോലിക്ക ജ്ഞാനായ വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനാകും CPMന്റെ നീക്കം.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 ലക്ഷത്തോളം വോട്ടുകൾ നേടിയ BJP ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ തിരയുന്നതിനിടെയാണ് പൂനാർ മുൻ MLA PC ജോർജ് BJPയിൽ ചേർന്നത്. ഏറെ കാലമായി NDAയിൽ BJPയുടെ സഖ്യകക്ഷിയായി തുടരുകയായിരുന്നു. ജനപക്ഷ പാർട്ടിയുമായിട്ടാണ് അദ്ദേഹം BJPയിൽ ലയിച്ചത്. പൂനാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ ജനകീയ അടിത്തറയുള്ള ജനപക്ഷത്തിന് പത്തനംതിട്ടയിൽ കാര്യമായ വേരോട്ടമില്ലെങ്കിലും ക്രൈസ്തവ സഭകളിലുള്ള ജോർജിന്റെ സ്വാധീനം NDAയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിയുള്ള വൈകാരിക പ്രചാരണമാണ് BJPക്ക് വൻ മുന്നേറ്റമുണ്ടാക്കിയത്. 2014 MD രമേശ് നേടിയ 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ അടിത്തറയിൽ നിന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP ഉയർന്നത്. ഇത്തവണ 2 ലക്ഷത്തിനടുത്ത അടിസ്ഥാന വോട്ടുകൾ കണക്കാക്കിയാകും BJP പ്രചാരണം കൊഴുപ്പിക്കുക. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരായാൽ സമുദായ വോട്ടുകൾ 3 ഭിന്നിക്കുമെന്നാണ് BJPയുടെ ധാരണ. അടിസ്ഥാന ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും മോദി ഭരണത്തിന്റെ മികവിലൂടെ ലഭിക്കുമെന്ന വോട്ടുകളും കൂടി ചേർന്നാൽ വിജയ സാധ്യതയെന്നാണ് BJP ക്യാമ്പിന്റെ വിലയിരുത്തൽ.